ഭാഗ്യവാന്മാരാണ്. तो हर एक को तमन्ना करना चाहिए कि अल्लाह मुझे अपने काम के लिए कबूल कर ले. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കണം, ആശിക്കണം, അള്ളാഹു അവന്റെ ദീനിന്റെ ജോലിക്ക് എന്നെ തിരഞ്ഞെടുക്കണമെന്ന്. तमन्नाएं दिल में बहुत हैं. നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ആശകളുണ്ട്. पता नहीं क्या क्या तमन्नाएं हैं, क्या क्या आरज़ुएं हैं हर एक के दिल में. എന്തെല്ലാം ആശകൾ, എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടാവും ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ. एक तमन्ना ये दिल में होनी चाहिए कि अल्लाह तू मुझे अपने काम के लिए कबूल कर. ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം, അള്ളാഹുവേ നീ ദീനിന്റെ ജോലിക്ക് എന്നെ തിരഞ്ഞെടുക്കണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കണം. जो काम तूने नबियों से लिया, जो काम तूने हुजूर के सहाबा से लिया, उस काम के लिए हमें भी कबूल कर ले. ഏതൊരു ജോലി നീ നബിമാരിൽ നിന്നും ഏറ്റെടുത്തോ, ഏതൊരു ജോലി നിന്റെ സഹാബാക്കളെ കൊണ്ട് നീ ചെയ്യിച്ചോ, അള്ളാഹുവേ ആ ജോലി എന്നെ കൊണ്ട് നീ ചെയ്യിപ്പിക്കണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കണം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ. तो मौलाना इलियास साहब रहमतुल्लाह अलैह ये चाहते थे कि हर मुसलमान का कुछ वक्त अल्लाह के दीन के लिए लगे. उसकी जान माल पूरी की पूरी अल्लाह के दीन के लिए है, लेकिन हम बहुत कमज़ोर हैं, पूरा नहीं लगा सकते, तो हमारा जान का माल का कुछ हिस्सा अल्लाह के दीन के लिए लगे. മൗലാന ഇല്യാസ് സാഹിബ് റഹ്മത്തുള്ളാഹി ആഗ്രഹിച്ചു എല്ലാ ഓരോ മുസൽമാനും ഓരോ മുസ്ലിമും അവന്റെ സമ്പത്തിൽ നിന്നും സമയത്തിൽ നിന്നും ഒരല്പമെങ്കിലും ദീനിന് വേണ്ടി ചെലവഴിക്കുന്നവരായി തീരണം. യഥാർത്ഥത്തിൽ നമ്മുടെ മുഴുവൻ സമ്പത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടേതാണ്, അള്ളാഹു വിലക്ക് വാങ്ങിച്ചതാണ്, അത് അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ബലഹീനരാണ്, നമ്മൾ വീക്കാണ്. അതുകൊണ്ട് അതിൽ നിന്നും ഒരു അല്പമെങ്കിലും എല്ലാ മുസൽമാനും സമ്പത്തും സമയം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. സഹാബാ का तो सब कुछ लग गया. സഹാബാക്കള് മുഴുവൻ ചെലവഴിക്കുന്നവരായിരുന്നു. और अंबिया का तो था ही इस काम के लिए. നബിമാരാണെങ്കിൽ ഈ ജോലിക്ക് വേണ്ടി മാത്രമുള്ളവരും. और सहाबा का सब लग गया. സഹാബാക്കളാണെങ്കിൽ അവരുടെ ജീവിതം മുഴുവനും ചെലവഴിച്ചു. लेकिन इसके बावजूद वो कहते थे ए अल्लाह तेरे दीन का हक जो था वो हमसे नहीं अदा हुआ. എന്നിട്ട് ചെലവഴിച്ചതിന് ശേഷം അവർ പറയുമായിരുന്നു, അള്ളാഹുവേ നിന്റെ ദീനിനോടുള്ള ഞങ്ങളുടെ കടപ്പാട്, ഹക്ക് ഞങ്ങൾക്ക് വീട്ടാൻ സാധിച്ചില്ലല്ലോ എന്നവർ ഖേദിക്കുമായിരുന്നു. मगरिबी अफ्रीका, वेस्टर्न अफ्रीका, वहाँ सहाबा पहुंचे मराकश के कोस्ट पर, और वहाँ जाकर उनका उस वक्त तक नॉर्थ अमेरिका, साउथ अमेरिका लोगों को पता नहीं था, मालूम नहीं हुआ था. तो वहाँ तक पहुँच के साहबा कहने लगे, अल्लाह अगर हमें यह मालूम होता कि ये जो पानी है समंदर, इसके आगे भी तेरे कोई बंदे बसते हैं, तेरी कोई मखलूक रहती है, तो यह समंदर हमें वहाँ पहुँचने से रोक न सकता, हम पहुँच जाते वहाँ. സഹോദരന്മാരെ, സഹാബാക്കള് അവര് യാത്ര ചെയ്തു ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് മൊറോക്കോയിന്റെ കടൽ തീരത്ത് എത്തുകയും സമുദ്രത്തിന്റെ നേരെ നോക്കിക്കൊണ്ട്, അന്ന് ആ സമുദ്രം കടന്നാല് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ഈ രാജ്യങ്ങൾ ഉണ്ടെന്ന് തന്നെ അന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു രാജ്യം ഉണ്ടെന്ന് അറിവില്ല. എന്നിരുന്നിട്ടും അവർ ആ സമുദ്ര തീരത്ത് നിന്നുകൊണ്ട്, പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ സമുദ്ര തീരത്ത് ഇരുന്നുകൊണ്ട് അവർ പറയുമായിരുന്നു, അള്ളാഹുവേ ഇതിനപ്പുറം ഏതെങ്കിലും ഒരു ജനങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ ആ ജനങ്ങളടുത്തേക്ക് എത്തിക്കുന്നതിന് ഈ കടല് നമ്മൾക്കൊരിക്കലും തടസ്സമാവൂല. ഞങ്ങൾ ഈ കടൽ കടന്നിട്ടാണെങ്കിലും ശരി, ഞങ്ങൾ അവിടെ പോയി നിന്റെ ദീനിന്റെ ദാവത്തിന്റെ ജോലി ചെയ്യുമെന്ന് സഹാബാക്കൾ പറഞ്ഞു. तो उनकी सब तमन्ना यही थी. സഹാബാക്കളുടെ മുഴുവൻ ആഗ്രഹം ഇത് തന്നെയായിരുന്നു. कि सब कुछ हमें, हमारे पास जो कुछ है वो सब अल्लाह का दिया हुआ है. നമ്മുടെ കയ്യിലുള്ളതെല്ലാം അത് അള്ളാഹു നമ്മൾക്ക് തന്നതല്ലേ. जान उसकी दी हुई, माल उसका दिया हुआ, अक्ल समझ उसकी दी हुई, ताकत कुव्वत उसकी दी हुई, सब कुछ उसी अल्लाह का दिया हुआ है. तो साहबा की तमन्ना ये होती थी कि अल्लाह का दिया हुआ हर नेमत वो अल्लाह के दीन के काम में लग जाए. നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമയം, നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത, നമ്മുടെ ശക്തി, നമ്മുടെ കഴിവുകൾ ഇതെല്ലാം അള്ളാഹു തന്നെ നമുക്ക് നൽകിയതല്ലേ. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട്, ഇതിനെല്ലാം പരിപൂർണമായി ഉപയോഗിച്ച് അള്ളാഹുവിന്റെ ദീന് ലോകത്തുണ്ടാക്കി തീർക്കണം, അതിനുവേണ്ടി അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്കണം. ഇതായിരുന്നു സഹാബാക്കളുടെ ആഗ്രഹം, ഇതായിരുന്നു സഹാബാക്കളുടെ താല്പര്യം.
तो मौलाना इलियास साहब चाहते थे कि वही चीज इस उम्मत में भी जिंदा हो जाए. മൗലാന ഇല്യാസ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി ആഗ്രഹിച്ചു ഈ ഒരു കാര്യം സഹാബാക്കളിൽ ഉണ്ടായിരുന്ന അവർ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഈ ദീനിന്റെ മാർഗത്തിലുള്ള സമയം സമ്പത്ത് ചെലവഴിക്കൽ ഇത് എന്റെ നമ്മുടെ ഉമ്മത്തിൽ തിരിച്ചുണ്ടായിത്തീരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. लेकिन हम कमजोर हैं. പക്ഷെ നമ്മൾ ബലഹീനരാണ്. अगर हम ये कहें कि सब कुछ लगाओ तो हर उम्मती तैयार नहीं होगा. നമ്മൾ അഥവാ എങ്ങാണ്ടും എല്ലാവരും മുഴുവൻ സമ്പത്തും സമയം ചെലവഴിക്കണമെന്ന് പറഞ്ഞാൽ ആർക്കും സാധിക്കുകയില്ല. कुछ तैयार हो जाएंगे लेकिन पूरी उम्मत नहीं तैयार होगी. കുറച്ച് ആൾക്കാർ ചിലപ്പം തയ്യാറായേക്കാം, പക്ഷെ മുഴുവൻ ഉമ്മത്തും അതിന് തയ്യാറാവുകയില്ല. तो उन्होंने ये एक तरतीब पेश की. അതുകൊണ്ട് ഒരു എളുപ്പമുള്ള ഒരു തർത്തീബ് അദ്ദേഹം ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. वो तरतीब कुरान हदीस से है, उनकी तरफ से नहीं है. ഇത് ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിലാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം വകയൊന്നുമല്ല. उन्होंने दो बातें पेश की അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. कि एक आला दर्जा एक अदना दर्जा. ഒന്ന് ഏറ്റവും ഉന്നതമായ അവസ്ഥ, ഒന്ന് ഏറ്റവും കുറഞ്ഞ ഒരു ദർജ. आला दर्जा ये है कि अपनी जिंदगी के हर चीज के 3 हिस्से करो और एक हिस्सा अल्लाह के दीन के लिए लगाओ. ഏറ്റവും കൂടിയ ദർജ എന്താണെന്ന് വെച്ചാൽ തന്റെ ജീവിതത്തിനെ മുഴുവനായിട്ട് 3ആയി ഭാഗിക്കുകയും 1/3 അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുക. जान का तीसरा हिस्सा ജീവന്റെ സമയത്തിന്റെ 1/3 माने साल के तीसरा हिस्सा, അതായത് വർഷത്തിന്റെ 1/3 ഭാഗം, महीने का तीसरा हिस्सा, മാസത്തിലെ 1/3 ഭാഗം. तो जिंदगी के 3 हिस्से, एक हिस्सा अल्लाह के दीन के लिए लगाओ. ജീവിതത്തിനെ 3ആക്കി ഭാഗിച്ച് ഒരു ഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിലായി കൊടുക്കൽ. ये आला दर्जा है. ഏറ്റവും ഉയർന്ന രീതി. और कम से कम दर्जा ये है कि 10 हिस्से करो, 9 हिस्से अपनी जरूरतों के लिए, एक हिस्सा अल्लाह के दीन के लिए. ഏറ്റവും കുറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ സമയത്തിനെ 10 വീതിക്കിൻ, അതില് 9 നിങ്ങൾ ചെലവഴിച്ചോളിൻ, 1 നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കിൻ. अगर उम्मत 10वां हिस्सा भी अल्लाह के दीन के लिए लगाएगी तो अल्लाह उनको जो बदल देगा वो इंटू 10 देगा. 1 के 10 गोया पूरा सब कुछ लगा दिया, सवाब अल्लाह उनको ऐसा देगा. അഥവാ ഉമ്മത്ത് ഇതിന് തയ്യാറായി കഴിഞ്ഞാൽ, അഥവാ 10-1 തയ്യാറായി കഴിഞ്ഞാൽ അതിന് പ്രതിഫലമായി അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ 10 കൊണ്ട് ഗുണിക്കും. എന്നിട്ട് പൂർണ്ണമായി കൊടുത്തതിനെ അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ നമ്മൾക്ക് തിരിച്ചു തരും. कि खैर का सवाब, भलाई का सवाब कम से कम 10 गुना है, 1 के 10. കാരണം നന്മയുടെ പ്രതിഫലം ഏറ്റവും കുറഞ്ഞത് 1-നെ 10 കൊണ്ട് ഗുണിക്കലാണ്, 10 ഇരട്ടി കിട്ടലാണ്. तो 1 करेगा तो 10 मिलेंगे, 1 ചെയ്താൽ 10 കിട്ടും. और ये 10 जो है पूरी जिंदगी है. ഈ 10 എന്ന് പറഞ്ഞാൽ അത് ആ മനുഷ്യന്റെ മുഴുവൻ ജീവിതമായി കഴിഞ്ഞു. ये खुश